കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയോടും മറ്റ് ഭാരവാഹികളോടും കൊല്ലത്തെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോടും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണങ്ങളിൽ എല്ലാ മുന്നണികളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള പദയാത്ര 27-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. കേരള പദയാത്ര ഇതിനോടകം 7 ലോക്സഭാ മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കേരള പദയാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ഇതുവരെ കേരളത്തിൽ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പദയാത്ര ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ വച്ചിട്ടാണ് പദയാത്ര തുടങ്ങിയത്. പക്ഷേ പിന്നീട് കണ്ണൂരിലും അതുപോലെ വയനാട്ടിലും വടകരയിലുമെല്ലാം താരതമ്യേന ഞങ്ങൾ അത്ര സ്വാധീനമില്ലാത്ത ഒരു മുന്നണിയാണ്. പക്ഷെ അവിടെയെല്ലാം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായത് അഭൂതപൂർവമായിട്ടുള്ള സ്വീകരണവും ജനങ്ങളുടെ പിന്തുണയും ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നതാണ്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് എന്തെല്ലാം ചെയ്തു, അത് കേരളത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതായിരിക്കും ഇത്തവണ പ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിലൊന്ന്. അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും LDFും ഏതാണ്ട് സമാനമായ നിലപാട് UDFും സ്വീകരിക്കാൻ കാരണം. അതുകൊണ്ടാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണവുമായി കുറച്ച് കാലമായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു നുണപ്രചാരണം കേരളത്തിൽ നടത്തുന്നു. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ പോയിരിക്കുക. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെല്ലാവരും പോകുന്നു, ജനപ്രതിനിധികളെല്ലാവരും പോകുന്നു, പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളും പോകുന്നു. ഇതുകൊണ്ട് കുറച്ചുകൂടി കടം കേരളത്തിന് കൂടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഇതുകൊണ്ടില്ല. കാരണം ഒരു വ്യാജ നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ദില്ലിയിൽ സമരം ചെയ്യാൻ പോയിരിക്കുക. പക്ഷേ ഇതിനിടയിൽ സർക്കാരിന് ഒരു അമളി പറ്റിയിരിക്കുകയാണ്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പോയി. സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പോയതിന് കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ആ സത്യവാങ്മൂലത്തിൽ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അർഹിക്കുന്നതിനേക്കാൾ പരിഗണന ലഭിച്ചിരിക്കുന്നുവെന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കുക. സത്യത്തിൽ കേരള മുഖ്യമന്ത്രി ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാൻ. ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന് കൊടുക്കേണ്ടതിന് നിശ്ചയിച്ച വിഹിതത്തെക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിഹിതം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് ആണ്, സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ മുഴുവൻ വിവരങ്ങളും ആ സത്യവാങ്മൂലത്തിലുണ്ട്. കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർത്തതിൽ പ്രധാന കുറ്റവാളി കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനും തത്തുല്യമായ കുറ്റവാളികൾ ഉത്തരവാദിത്തമുള്ളവർ UDFുമാണ്. കേരളത്തിൽ കടക്കണി വർദ്ധിക്കുന്നു, കേരളത്തിൽ ഉൽപ്പാദനം കുറയുന്നു, ദേശീയ ശരാശരിയേക്കാൾ GDP കുറയുന്നു,
ദേശീയ ശരാശരിയേക്കാൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്കും വളർച്ചാ മുരടിപ്പിനും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഉത്തരവാദിയല്ല. കേരളത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് പ്രധാനമായ ഒരു ആക്ഷേപം ഗവൺമെൻറ്റിനെതിരെ ഇവിടെ ഉന്നയിച്ചുകൊണ്ട്. നേരത്തെ പല ആക്ഷേപങ്ങളും പറഞ്ഞിരുന്നു, അതെല്ലാം വ്യാജ ആക്ഷേപങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 56,000 കോടി ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഓരോ മന്ത്രിമാരും ഓരോ കണക്കാണ് പറയുന്നത്. പക്ഷേ ധനകാര്യമന്ത്രി പലപ്പോഴായിട്ട് പറഞ്ഞു 56,000 കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. 20,000 കോടി രൂപയുടെ GST കുടിശ്ശിക തന്നെ കേരളത്തിനുണ്ട്. ഇതൊക്കെയായിരുന്നു ധനകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം വ്യാജമായിരുന്നു എന്ന് ധനകാര്യമന്ത്രി പാർലമെൻറ്റിലും കേരളത്തിലും വന്നു, നിർമ്മല സീതാരാമൻജി പാർലമെൻറ്റിലും വന്ന് കേരളത്തിലും വന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് 4,700 കോടിയൊക്കെ ആയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാന കാര്യമായി പറഞ്ഞത് വായ്പാ പരിധി. വ്യക്തമായിട്ടും കേന്ദ്ര സർക്കാർ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വായ്പ എടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ആർക്കാണ് വായ്പ എടുക്കാൻ അധികാരം? കിഫ്ബി എങ്ങനെയാണ് വായ്പ എടുക്കുന്നത്? ഏത് ഉറപ്പിലാണ് കിഫ്ബി വായ്പ എടുക്കുന്നത്? കിഫ്ബി വായ്പ എടുക്കുമ്പോൾ അത് ബജറ്റിൽ പെടാതെയാണ് വായ്പ എടുക്കുന്നത്. ബജറ്റിൽ പറയുന്നില്ല, നിയമസഭയെ നോക്കുകുത്തിയാക്കിയിട്ടാണ്. രണ്ട് കാര്യങ്ങളിൽ അന്നത്തെ ധനകാര്യമന്ത്രി കുടുങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ബാലഗോപാൽ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ബജറ്റിൽ കിഫ്ബിയെക്കുറിച്ച് അധികം പറയാത്തത്. രണ്ട് കാര്യങ്ങളിൽ തോമസ് ഐസക്ക് എന്ത് ബഹളം വെച്ചാലും രണ്ട് കാര്യങ്ങളിൽ തോമസ് ഐസക്ക് കുടുങ്ങും. തോമസ് ഐസക്ക് വായ്പ എടുത്തിരിക്കുന്നത് രാജ്യത്ത് നിലവിൽ ലഭിക്കുമായിരുന്ന കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട വായ്പയാണ് അധികം പലിശയ്ക്ക് തോമസ് ഐസക്ക് എടുത്തിരിക്കുന്നത്. അതിനാണ് മസാല ബോണ്ട് എന്നൊക്കെയുള്ള പഞ്ചഭാര വർത്തമാനം പറയുന്നത്. തോമസ് ഐസക്ക് രാജ്യത്ത് നിലവിൽ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാകുമായിരുന്ന വായ്പ അധികം പലിശയ്ക്ക് എടുത്തിരിക്കുന്നു. ദേശീയ ശരാശരിയേക്കാൾ 10% വർധനവാണ് കേരളത്തിൻ്റെ. കൃത്യമായ കണക്ക് വന്നിരിക്കും. കുറഞ്ഞ പലിശ കിട്ടും. പച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ എക്കണോമിക് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറഞ്ഞ പലിശയ്ക്ക് ലഭിക്കുമായിരുന്ന പലിശ കമ്മീഷൻ ഇടപാടിലൂടെ വലിയ പലിശയ്ക്ക് തോമസ് ഐസക്ക് കിഫ്ബിയുടെ പേരിൽ വാങ്ങിയിരിക്കുന്നു. ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, വാങ്ങിയ പണം ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിരിക്കുന്നു. വായ്പ എടുത്താൽ, ഒരു മുദ്രാ വായ്പ എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്നാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന പ്രോജക്റ്റാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്, കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാതെ ഒരു ബാങ്കും കൊടുക്കില്ല. കൂടുതൽ പലിശയ്ക്ക് വായ്പ എടുത്ത് ദൂർത്തടിച്ചിരിക്കുന്നു. തോമസ് ഐസക്ക് ഈ രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ബാലഗോപാൽ രണ്ട് വാചകങ്ങളിൽ കിഫ്ബി ഒതുക്കിയത്. ഒരു പദ്ധതിയെക്കുറിച്ചും പരാമർശമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, കേരളത്തിന് വായ്പ എടുക്കാവുന്നതിൻ്റെ പരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ കേരളം ഭീഷണിയാവുകയാണ്. ഇന്ത്യ രാജ്യത്തിന് തന്നെ കേരളം ഭീഷണിയാവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ലാത്ത മേഖലകളിലാണ് സംസ്ഥാന ഗവൺമെൻറ് അമിതാധികാരം പ്രയോഗിക്കുന്നത്, ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള അധികാരം പ്രയോഗിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്. പിരിക്കേണ്ട ടാക്സ് പിരിക്കാൻ കഴിയുന്നില്ല. CNTG പറഞ്ഞതാണ്, BJP പറഞ്ഞതല്ല. CNTG പറഞ്ഞു പിരിക്കേണ്ട ടാക്സ് പിരിക്കുന്നില്ല. 25,000 കോടി രൂപയെങ്കിലും പിരിഞ്ഞു കിട്ടാനുണ്ട്. അതിനെക്കുറിച്ച് ഒരു പരാമർശവും ധനകാര്യമന്ത്രി ബജറ്റിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു 10-16 ചോദ്യങ്ങൾ, ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരല്പമെങ്കിലും ആത്മാർത്ഥത കേരളത്തിലെ ജനങ്ങളോടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിന് മറുപടി പറഞ്ഞിട്ട് വേണം ദില്ലിയിൽ കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ. ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് വേണം ദില്ലിയിൽ സമരം നടത്താൻ. അപ്പോൾ ദില്ലിയിലെ സമരം കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. കേരളത്തിന് ഒരു പ്രയോജനവും ഈ സമരം കൊണ്ടാവില്ല. കേരളത്തിൽ ആരും തന്നെ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ന്യായം കേരളത്തിൽ വിലപ്പോവില്ല. 2004 മുതൽ 2014 വരെ UPA ഗവൺമെൻറ്, ഒന്നാം UPA ഗവൺമെൻറ്റിൽ LDF ഉണ്ടായിരുന്നു. UPA ഗവൺമെൻറ് കേരളത്തിന് നൽകിയ ടാക്സ് ഷെയർ പദ്ധതികൾ എല്ലാം ഞങ്ങൾ എണ്ണി കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.
2014 മുതൽ 24 വരെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ എന്ത് നൽകി എന്നുള്ളതും കൃത്യമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതിൽ ഒരു തരത്തിലുള്ള കൃത്രിമം കാണിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് ഞങ്ങൾ UPA എന്ത് ചെയ്തു, NDA എന്ത് ചെയ്തു, ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒരു പദ്ധതിയും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. ഒരു പ്രോജക്റ്റിനും കേന്ദ്രം പണം നീക്കി വയ്ക്കാതിരുന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ പോലും കേന്ദ്രം കൊടുക്കാനുള്ള പൈസ അണപ്പൈ തീർത്ത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ജൽജീവൻ മിഷൻ സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. PMAY സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. മൻരേഗ തൊഴിലുറപ്പ് പദ്ധതി സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം കൊണ്ട് ഒരു പദ്ധതിയിലും മുടങ്ങിയിട്ടില്ല. കേന്ദ്രം നേരിട്ട് നടത്തുന്ന റെയിൽവേ, റോഡ്, ഇതിലെല്ലാം അഭൂതപൂർവമായിട്ടുള്ള വർധനവാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. ടാക്സ് ഷെയറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം കിട്ടിയത് സർവകാല റെക്കോർഡാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. GST കോമ്പൻസേഷനിൽ ഒരു വിവേചനവും മോദി സർക്കാർ കേരളത്തോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കാപട്യമാണ് ഡൽഹിയിൽ നടത്തുന്നത്. UDF അതിനോടുള്ള നിലപാട് പറയണം. ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കാൻ സഹായം ചെയ്തു കൊടുത്തവരാണ് UDFകാർ. കാരണം അവർക്ക് മോദി ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും VD സതീശൻ ഉണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരല്പം ധാർമ്മികത സതീശൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ 10 വർഷം കേരളം എങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ അവഗണിച്ചെന്ന് പറയണം. ഖർഗെ വന്നിട്ട് ഇവിടെ മോദിക്കെതിരെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പിണറായി വിജയൻ അതൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. പെൻഷൻ മുടങ്ങി. ഞാൻ ഇന്ന് പട്ടികജാതി കോളനികളിലൊക്കെ പോയിട്ടാണ് വരുന്നത്. ഇത്രയും ദുർഭരണം ഇവർ നടത്തിയിട്ട്, ബാലഗോപാൽ ഈ ജില്ലക്കാരനാണ്. ഞാൻ 2 ചോദ്യം ധനകാര്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മനസാക്ഷി വേണ്ടേ മിസ്റ്റർ ബാലഗോപാൽ? ഇവിടെ ഈ കശുവണ്ടി തൊഴിലാളികൾ 10 ലക്ഷം അതിനടുത്ത ആളുകൾ, നിങ്ങൾ ഈ ഗവൺമെൻറ് വന്ന് അന്ന് മുതൽ പറയുകയാണ് കശുവണ്ടിയുടെ പാക്കേജ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അത് അതേ വാചകം എടുത്ത് ഈ ബഡ്ജറ്റിൽ വെക്കുന്നു. സർക്കാർ വന്ന മുതൽ കശുവണ്ടി തൊഴിലാളികളുടെ കാര്യം നിങ്ങൾ ഈ രമ്യഹർമ്മ്യങ്ങളെല്ലാം പണിതത്, ഈ കൊട്ടാരങ്ങളെല്ലാം നിങ്ങൾ കെട്ടിപ്പൊക്കിയത് ഈ കൊല്ലം ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ്. നിങ്ങളെ സർക്കാർ വന്നിട്ട് ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? റബ്ബറിന് നിങ്ങൾ പറഞ്ഞു 150 രൂപ. എന്തിനാണ് നിങ്ങൾ 150 രൂപ കൊടുക്കുന്നത്? 150 രൂപ ഓൾറെഡി അവർക്ക് കിട്ടും. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും യൂസ്ഡ് ടയറിൻ്റെ ഇറക്കുമതി നിരോധിച്ചതും റബ്ബർ ബോർഡ് ഈ അടുത്ത കാലത്തെടുത്ത ഫലപ്രദമായ നടപടികളും കാരണം 170 രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മാർച്ചൊക്കെ ആകുമ്പോഴേക്കും 150-190 രൂപയുടെ അടുത്തേക്ക് റബ്ബർ പോകും. എന്തിനാണ് നിങ്ങളുടെ ഈ താങ്ങുവില? അതുകൊണ്ട് കാപട്യക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ കേരള പദയാത്രയിലുടനീളം ഈ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. മറ്റൊരു കാര്യം കൂടി മീറ്റ് ദി പ്രസ് ആയതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുക. കേരളത്തിലെ ക്രമസമാധാന നില, സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നു, അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഭരണഘടന തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള കേരള ഗവർണറെ ഭയാനകമായ രീതിയിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഗുണ്ടകൾക്ക് അവസരം കൊടുത്ത് അവസാനം കേന്ദ്രസേന അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നലെ അതിനേക്കാൾ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നു. ഗോവ ഗവർണറായിട്ടുള്ള ശ്രീ ശ്രീധരൻ പിള്ളയെ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിലേക്ക് ഒരാൾ വാഹനം ഇടിച്ചു കയറ്റുകയാണ്. ഇടിച്ചു കയറ്റിയപ്പോഴാണ് മനസ്സിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് വാഹനം ഇടിച്ചു കയറ്റിയത്. 1000 രൂപ പിഴയിട്ട് കേസ് ഒതുക്കി. അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. എന്തായിരുന്നു മോട്ടീവ് എന്ന് ചോദിച്ചറിയാനുള്ള മര്യാദ കേരള പോലീസിനില്ലേ?
അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ലേ? അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണ്ടേ? ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയാൽ 1000 രൂപ പിഴയിട്ടാൽ മതിയോ? എന്ത് നിയമവാഴ്ചയാണ് കേരളത്തിലുള്ളത്? അടിയന്തരമായി CPM ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ കേസെടുക്കണം, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഒരു ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ട് അദ്ദേഹത്തിന് 1000 രൂപ പിഴയിടാൻ ആരാണ് കേരള പോലീസിന് അധികാരം കൊടുത്തത്? ഈ ഓഫൻസ് ഒരു ട്രാഫിക് ഓഫൻസ് ആണോ? ഇതൊരു ക്രിമിനൽ ഓഫൻസ് അല്ലേ? VVIPകളുടെ സുരക്ഷാ വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുന്നത് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നോക്കണ്ടേ? ഗവർണറുടെ വാഹനത്തിൽ, കേരള ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് ആളെ കയറ്റി വിട്ട് കാറിനിടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസ് കേരളത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം പിണറായി എന്ന് പറയുന്ന മഹാരാജാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അല്ലാതെ വേറെ ആർക്കും ഒരു ബഹുമാനമോ വേറെ ആർക്കും ഒരു സുരക്ഷയോ ഇവിടെ കൊടുക്കുന്നില്ല. രാജാവ് എഴുന്നള്ളുമ്പോൾ എല്ലാവരും മാറി നിൽക്കണം. രാജാവ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ആളുകളെ അടിച്ചോടിക്കണം, കറുത്ത കുപ്പായമിട്ടവരെ കസ്റ്റഡിയിൽ വെക്കണം. പോലീസിനെ കൂടാതെ അംഗരക്ഷകരെ കൊണ്ട് ആക്രമിപ്പിക്കണം. ജീവൻ രക്ഷാ സേന ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ജീവൻ രക്ഷാ സേന ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സർക്കാർ, മുഖ്യമന്ത്രി ഗവർണർമാർക്ക് രക്ഷ കൊടുക്കുന്നില്ല. പലപ്പോഴും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഇതിൽ വീഴ്ച വരുന്നു, സുരക്ഷാ ലോഗ് പുറത്തു വരുന്നു. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് കേരളത്തിൽ. എന്നിട്ട് ഡൽഹി പോയിരുന്ന് വലിയ വായിൽ വർത്തമാനം പറയാനാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള അമർഷം ഇക്കാര്യത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ. അല്ല, അയാളുടെ പശ്ചാത്തലം അങ്ങനെയാണ്. അല്ല, അതിപ്പോൾ ഞാനോ നിങ്ങളോ പറയേണ്ടതല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ പറയേണ്ടതല്ല. അത് കസ്റ്റഡിയിൽ എടുക്കണ്ടേ, ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ, അയാളുടെ മോട്ടീവ് എന്താണെന്ന് അറിയണ്ടേ? നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം, ഞങ്ങളുടെ ചോദ്യം, അയാളെ ചോദ്യം ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ വേണ്ടേ? എന്തുകൊണ്ടാണ് പോലീസ് ഒരു മുൻവിധിയോടുകൂടി അങ്ങ് വിട്ടയക്കുന്നത്, 1000 രൂപ പിഴ കൊടുക്കുന്നത്? അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് സെക്യൂരിറ്റി വളരെ ബുക്കുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത് ചെയ്യാൻ കഴിയില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. ആരാ പറഞ്ഞ അങ്ങനെ? ശബരി റെയിൽപാതയെ സംബന്ധിച്ച് റെയിൽവേ മന്ത്രി ബജറ്റിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശബരി റെയിൽപാതയ്ക്കുള്ള സത്വരമായിട്ടുള്ള നടപടികൾ പോവുകയാണ്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സമയം വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശബരി റെയിൽപാത നടപ്പാവും. നിങ്ങൾ ചോദിച്ചത് ഏത് വഴി വരും എന്നുള്ളതിനുള്ള ഉത്തരമാണെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. ശബരി റെയിൽപാത വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഫണ്ട് അതിനുള്ള റെയിൽവേ അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുക. ആർക്ക്? ആളുകൾക്കില്ല. പത്രങ്ങൾ പറഞ്ഞു കിസാൻ സമ്മാൻ നിധി 24,000 ആക്കൂ, അല്ല 12. ഞാൻ പറയാം, എനിക്കറിയാം. സാധാരണക്കാരെല്ലാവരും വളരെ കൃത്യമായിട്ട് സാധാരണക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എല്ലാ കണക്കും തരാം. ഹെൽത്ത് സെക്ടർ സാധാരണക്കാരൻ്റെയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ നീക്കി വച്ചിട്ടുണ്ട്. മൻരേഗ സാധാരണക്കാരൻ്റെയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ മാറ്റി വച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മേഖലകളിലും ആരോഗ്യരംഗത്തും അതുപോലെ പാവപ്പെട്ടവരുടെ മേഖലകളിലും എല്ലാം പണം അധികം മാറ്റി വച്ചിട്ടുണ്ട്. ഒരു തകരാറും ആർക്കുമില്ല.
വോട്ട് ഓൺ അക്കൗണ്ടാണ്. ഞങ്ങളെ സർക്കാർ ജൂലൈയിൽ വളരെ നല്ല ബജറ്റ് 2047 ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുന്നതിനാവശ്യമായിട്ടുള്ള വളരെ നല്ല ബജറ്റ് അവതരിപ്പിക്കും. ഇത് ചില ആളുകൾ പടച്ചു വിടുന്നതാണ്. കുറേ കാര്യങ്ങളങ്ങ് പ്രഖ്യാപിക്കുക. വോട്ട് ഓൺ അക്കൗണ്ടിൽ സാധാരണ BJPക്ക് അങ്ങനെ ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ഒരു സുരക്ഷിതത്വ പ്രശ്നവുമില്ല. ജനങ്ങൾ മോദിയോടൊപ്പമാണ്. അതുകൊണ്ട് കുറച്ച് ഫ്രീ ബീസ് പ്രഖ്യാപിച്ച് ആളുകളെ കബളിപ്പിച്ച് പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജനവിധി തേടേണ്ട ഒരു ആവശ്യവും BJPക്കില്ല. വെരി കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. 2024 വലിയ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ വരും. ജനങ്ങളുടെ വിശ്വാസം അത്രയ്ക്കും പ്രധാനമന്ത്രിക്കും NDAക്കും ഉണ്ട്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ബാലഗോപാലിനോട് അല്ല, എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്. ബാലഗോപാലിനോട് പറയണം ചൈനീസ് മോഡൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോടൊന്ന് വിശദീകരിക്കണം. ഞങ്ങളോട് കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യം ചോദിക്കുന്നവർ ബാലഗോപാൽ പറയുകയാണ് ചൈനീസ് മോഡൽ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി പാട്ടകുലുക്കലാണെന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു പ്ലാൻ ബിയും ഇല്ല. ചൈനീസ് മോഡൽ എന്താണെന്ന് അറിയണം. LDFൻ്റെ ഹിപ്പോക്രസി. അപ്പം നിങ്ങളെല്ലാം കൂടെ സിൻഡിക്കേറ്റ് ആണോ? അദ്ദേഹം ചോദിച്ചത് ഓക്കെ. കോർപ്പറേറ്റുകാരാണ് സാർ ജോലി കൊടുക്കുന്നത് ഇന്ത്യക്കാർക്ക്. നിങ്ങൾ എവിടെ കൊടുക്കുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലെ സെൻട്രൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ വിദേശത്ത് നിന്ന് വന്നിവിടെ പിന്നെ സാമ്രാജ്യത്വം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സർ, ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, ഇവിടുത്തെ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലവസരങ്ങൾ, ഇവിടുത്തെ സംരംഭകത്വം, ഇവിടുത്തെ വരുമാനം എന്തോ വലിയ പാതകമാണ് കോർപ്പറേറ്റുകൾ എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. കോർപ്പറേറ്റ് അല്ലല്ല രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റുകൾ? സർ, എന്താണ് അതിൻ്റെ പേര്? ഇപ്പോഴത്തെ മാസപ്പടി വാങ്ങിയത് CMRL കോർപ്പറേറ്റ് ആണോ അല്ല ഇതാണോ തൊഴിലാളി വർഗ സഹവാദിപത്വമാണോ? കോർപ്പറേറ്റുകളിൽ നിന്ന് മാസപ്പടിയും വാങ്ങി പിണറായി വിജയൻ്റെ പാർട്ടി ഇവിടെ നാണം കെട്ട പ്രചരണം നടത്തുകയാണ്. അവരുടെ പ്രചരണമാണിത്, മാധ്യമങ്ങളുടെ പ്രചരണമല്ല. ഇത് LDFൻ്റെ പ്രചരണമാണ്. ഇതൊക്കെ LDFൻ്റെ ക്യാപ്സൂളാണെന്ന്. സർ, നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയാം. മോദി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ പറയട്ടെ ഇല്ല, ഈ അദാനി കേസ് നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. മോദി അധികാരത്തിൽ വരുമ്പോൾ BSNL നഷ്ടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ പറഞ്ഞു, LDF പറഞ്ഞു, അർബൻ നക്സലുകൾ പറഞ്ഞു, ഇതാ ഫോണുകളെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം, എല്ലാം അദാനിക്ക് കൊടുത്തു. അദാനി അംബാനി കീഴടക്കി. ഡാറ്റ ചാർജ് കൂടും, കോൾ ചാർജ് കൂടും. ഇപ്പോൾ സഖാക്കളെല്ലാം ഉപയോഗിക്കുന്നത് അംബാനിയുടെയാണ്. ഒരു ചാർജും കൂടിയില്ല. മത്സരം വന്നു. എവിടെ കൂടി സർ? 16 ഒരു ഇൻകമിങ് കോളിന് സർ, താങ്കൾ ഇത്രയും എന്താ പറയുക, ഒരു നമ്മൾ രാഷ്ട്രീയം ആവാം, പക്ഷെ ഇത്രയും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ചെലവ് കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ആ BSNL ഇന്ന് ലാഭത്തിലായി. ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരൊറ്റയാളെ പിരിച്ചുവിട്ടില്ല. അവരോട് മറുപടി പറഞ്ഞില്ല. സഖാക്കൾക്ക് BSNL ലാഭത്തിലായ മിസ്റ്റർ ആര് പറഞ്ഞു? BSNLന്റെ നഷ്ടം പറഞ്ഞു. BSNL ലാഭത്തിലായി ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടില്ല. എന്നിട്ട് ഇല്ലാത്ത പ്രചരണം നടത്തും. ഇതെല്ലാം CPMന്റെയും അർബൻ നക്സലുകളുടെയും പ്രചരണമാണ്. ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും അദാനി അംബാനി എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന പാട്ട് ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. നരേന്ദ്രമോദി പാവപ്പെട്ടവരുടെ സർക്കാരാണ്, സൂട്ട് ബൂട്ട് സർക്കാരാണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നടപ്പാക്കിയ എല്ലാ പദ്ധതികളും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രചരണം ആരും അംഗീകരിക്കുന്നില്ല. വേറെ അങ്ങനെയല്ല പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കരുത്. 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ലാതെ ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. 35 സീറ്റ് NDAക്ക് കേരളത്തിൽ കിട്ടിയാൽ ഈ നിമിഷവും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ 35 സീറ്റിലെ വോട്ട് ഷെയർ നിങ്ങൾ നോക്കിക്കോ. കേരളത്തിൽ ഞാൻ പറഞ്ഞ 35 സീറ്റിലെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റവും പ്രബലമായ ഒരു ശക്തിയാണ്. നിങ്ങൾ കണക്കെടുത്തു. 25,000-നും
72,000-നും ഇടയിൽ വോട്ടുള്ള 35 സീറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ 2 മുന്നണികളിൽ നിന്നും NDAയിലേക്ക് ഒഴുക്കുണ്ടാവും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ തവണ അത് മിസ്സായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല. എന്താണ് വോട്ട് കച്ചവടം? LDFിലും UDFിലുമുള്ള കക്ഷികളെല്ലാം ഇപ്പോൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? LDFിലും UDFിലുമുള്ള കക്ഷികൾ, LDFിലും UDFിലുമുള്ള പ്രധാന പാർട്ടികളുടെ നേതാക്കൾ തന്നെ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. CPMലും കോൺഗ്രസിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും, കൊല്ലം, ആലപ്പുഴ ജില്ലയിലൊക്കെയുള്ള പല നേതാക്കന്മാരും അവർ ഒരു ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഓപ്ഷൻ ഉയർന്നു വരും. കേരളത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മോദിക്ക് ബാലി കയറാൻ മലയല്ല എന്നുള്ളതാണ് ജനവികാരം തെളിയിക്കുന്നത്. സീറ്റ് ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടു കൂടി 20 സീറ്റിലും ഉള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമമായ ചിത്രം തെളിയും. കൊല്ലത്തേക്ക് പറ്റി ചോദിക്കുന്നു. ഞാൻ ഇവിടെയല്ലേ, ഇന്നലെയാണ് പത്തനംതിട്ട. അല്ല, അങ്ങനെ ആർക്കും ഇതില്ലല്ലോ. വ്യക്തിപരമായിട്ട് ആരും സീറ്റ് ചോദിക്കുന്നില്ലല്ലോ. അതല്ല, വ്യക്തിപരമായിട്ട് അത് പറയാൻ പറ്റില്ലെന്ന്. എങ്ങനെയാണ് നിങ്ങൾ കോൺഗ്രസ് പോലെ അല്ലല്ലോ. പ്രസിഡന്റ് മത്സരിക്കണോ വേണ്ടയോ എന്ന് പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത്. അല്ല, എന്താണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം? ഒരു പാർട്ടി, ഒരു മുന്നണി ഏത് സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുക എന്നുള്ളത് അവരവരുടെ മുന്നണിയുടെ തീരുമാനമല്ലേ. 2 or 3 പാർട്ടി പറഞ്ഞാൽ എത്ര സീറ്റിലുമാണ് മത്സരിക്കുക? എന്നാ പിന്നെ ഞാനിതങ്ങ് പ്രഖ്യാപിച്ച പിന്നെ പാർട്ടിയുടെ പാർലമെന്റിൽ കയറുന്ന ആവശ്യമുണ്ടല്ലോ. അല്ല, ചോദിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ പത്തനംതിട്ടയെ പറ്റി മാത്രം ചോദിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊല്ലത്തായാലും എല്ലാം അവന് ഓരോന്നോരോന്ന് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇത്തവണ ഉണ്ടാവും. നല്ല നിലയിൽ ഞങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ കേരളത്തിൽ NDA വളരുന്നതിൽ. കേരളത്തിൽ NDA ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ വികാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശരി, നിങ്ങളിങ്ങനെ ഓരോ സീറ്റും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ നിലനിൽപ്പുള്ളത്? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്നെ എന്ത് ചെയ്യുവേ? സസ്പെൻസ് അല്ല, സർപ്രൈസ്. അതല്ലേ? അങ്ങനെ പറഞ്ഞല്ലോ. സാറേ, കടം വാങ്ങിയിട്ട് പെൻഷൻ കൊടുക്കുകയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്. സഹ ഒന്ന് മറുപടി പറഞ്ഞാലേ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നില്ല. അത് AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കണം. നമ്പർ 1. ഞങ്ങളൊക്കെ പാർട്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. പെൻഷൻ. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ ഡൽഹിയിൽ സമരത്തിന് പോയില്ലേ, അത് AKG സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് പോകണം. അത് കേരളത്തിലെ ഖജനാവിൽ നിന്ന് എടുത്തു പോകരുത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഇനി മധ്യപ്രദേശിൽ സ്ത്രീകൾക്ക് ഒരു മാസം എത്ര രൂപ സർക്കാർ കൊടുക്കുന്നുണ്ടെന്നൊന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഈ 2500 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. അന്ന് ക്ഷേമ പെൻഷൻ്റെ കേന്ദ്ര വിഹിതത്തെക്കുറിച്ച് മിണ്ടിയതേയില്ല. നിങ്ങൾ ഈ വെച്ചു കൊടുത്തിരിക്കുന്ന ലൈഫ് മിഷൻ വീടുകളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് പണം എടുത്തിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുന്ന പണം നിങ്ങൾ കാണിച്ചില്ല. വ്യക്തിഗത ആനുകൂല്യം നിങ്ങൾ കാണിച്ചില്ല. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന 1 ലക്ഷം രൂപ നിങ്ങൾ കാണിച്ചു. എന്നിട്ട് നിങ്ങൾ പിണറായിയുടെ ബോർഡ് വെച്ചു. അതിനിടയിൽ കേന്ദ്രം കൊടുക്കുന്ന പണത്തിനെ പറ്റി ബ്രാൻഡിങ് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. ബ്രാൻഡിങ്ങിന് എല്ലാവർക്കും അധികാരമുണ്ട്. എല്ലായിടത്തും റേഷൻ കടയിൽ ഇന്ന് പറയാം ഇന്ന് എത്ര 56 വെൽനസ് സെൻ്ററുകൾ നഗരപ്രദേശങ്ങളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വാർത്ത വന്നു പത്രത്തിലൊക്കെ, TV-ലൊക്കെ. അവിടെയെല്ലാം പിണറായി 100% പണം നാഷണൽ ഹെൽത്ത് മിഷനാണ്. 100%. കേരളത്തിൽ സാറേ എവിടാന്ന് ചോദിച്ചാൽ എന്തായി പറയുന്നത്? സാർ
താങ്കളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യണം. ഒരു നയ പൈസയുടെ ചെലവ് നിങ്ങൾക്കില്ല. അല്ലാണ്, നിങ്ങൾ എങ്ങനെയല്ലെന്ന് പറഞ്ഞു. 20% മാത്രം വിഹിതമുള്ള കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ല 20% അല്ല. ഇത് സാറേ, ഒരു കാര്യം ഞാൻ പറയാം. 5 കിലോ അരി സൗജന്യം മോദി. ഇവര് സംസ്ഥാന അരി കൊടുക്കുന്നുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. 3 റുപ്യ നിങ്ങൾക്ക് ചിലവ്, 29 റുപ്പീസ്. സംസ്ഥാന ഗവൺമെൻറ് പാവങ്ങൾക്ക് കൊടുക്കുന്ന അരിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചിലവ് 3 റുപ്യ. 0 ചിലവിൽ 5 കിലോ അരി ഓരോ വ്യക്തിക്കും സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു. റേഷൻ കടയിൽ വെക്കുന്ന ബോർഡ് പിണറായി വിജയൻ്റെതല്ലാതെ പിന്നെ ചില സ്ഥലത്ത് മരുമാൻ്റെ ഉണ്ട്. ഇപ്പോൾ 2 മന്ത്രിമാരേ ഉള്ളൂ, മുഖ്യമന്ത്രിയും മരുമാനും. ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ നോക്കുകുത്തി മന്ത്രിമാരാണ്. ഈ ബ്രാൻഡിങ് നടക്കില്ല. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണ്. പൈപ്പ് വഴിയുള്ള വെള്ളം എത്രയാ സ്റ്റേറ്റ് വീതം? പറയേണ്ടത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയറിനെ സംബന്ധിച്ച് മറച്ചു വെച്ച് പദ്ധതികൾ അടിച്ചു മാറ്റി. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്രമാണ്. 13,681 തൊഴിലവസരങ്ങൾ കിട്ടി. ഒരെണ്ണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കൊടുത്തു. ഒരെണ്ണം. ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ചെലവ് മുഴുവൻ കേന്ദ്രം. 13,680 AKG സെൻറ്ററിൽ നിന്നും കത്തുമായിട്ട് പോയി. ഈ മാതിരി തട്ടിപ്പ് നടത്താൻ പിണറായി വിജയനെ ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയരുത്. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്റ്റേറ്റും സെൻട്രലും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. ടീം ഇന്ത്യ എന്നാണ് മോദി പറയുന്നത്. അത് കേരളത്തിൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞ് അവകാശവാദമായിട്ട് വന്നാൽ അത് നടപ്പില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഓക്കെ.